എൻ്റെ ശൈലിക്ക് പ്രശ്നമുണ്ട് എന്ന് തോന്നിയാൽ അത് തെറ്റല്ല. കാരണം ഉസ്താദുമാര് പറയുന്ന കളിയും കുളിയെക്കുറിച്ചും മാത്രമുള്ള ഖുർആൻ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും കേട്ട് ശീലിച്ച ഷംനയ്ക്ക് നമ്മൾ ഈ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ഷംനയുടെ കുറ്റമല്ല. ഷംന അതുപോലെയുള്ള ഏതെങ്കിലും കളി ക്ലാസ് ആണ് എന്ന് കേട്ടിട്ട് വന്നതാ. ഷംനയ്ക്ക് തെറ്റിപ്പോയി. ഷംന വിചാരിച്ചത് ഉസ്താദുമാരുടെ അത്തരം കാമസൂത്ര പറയുന്ന ക്ലാസ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. നോക്കുമ്പോ നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളാ. അതുകൊണ്ടാണ് എൻ്റെ ശൈലി പറ്റില്ല, എൻ്റെ കണ്ടന്റ് പറ്റില്ല, എൻ്റെ രീതി പറ്റില്ല എന്നൊക്കെ ഷംന പറയുന്നത്. അതുകൊണ്ട് ഷംന അതുപോലെയുള്ള ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ രാത്രി വരും. ക്ഷമിക്കല്ലേ, അത് കേട്ടിട്ടല്ലേ നിങ്ങൾക്ക് സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് അടക്കേണ്ടത്. പോയി അവിടെ ഇരിക്കുക. ഉസ്താദ് വരും, വരാതിരിക്കില്ല. നമ്മുടെ നാട് ഏതൊക്കെ രൂപത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. PC ജോർജിനെ ജയിലിലാക്കുന്നതിന് വേണ്ടി പ്രകടനം നടത്തി ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് SDPIയുടെ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിലാകുന്നത്. നമ്മുടെ നാട്ടിൽ മത തീവ്രവാദത്തിന് എത്രമാത്രം വേരോട്ടമുള്ള നാടാണ് എന്നൊന്ന് മനസ്സിലാക്കണം. ഷംനയ്ക്ക് ഉസ്താദന്മാരുടെ ക്ലാസ് വേണോ? നിക്ക് ഷംന, ഉസ്താദിന്റെ ക്ലാസ് അല്ലേ വേണ്ടത്? ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ കേൾപ്പിച്ചു തരാം. ഷംനയ്ക്ക് എന്തോ എൻ്റെ ശൈലിയിൽ എന്തോ ഒരു പ്രയാസം പോലെ തോന്നുന്നുണ്ടെന്ന്. നിക്ക് ഷംന, പോകല്ലേ. ഷംനയ്ക്ക് നിറയെ കിട്ടിയാ പോരെ. ഷംന ഉസ്താദന്മാരുടെ എന്തോ കാമ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിക്ക് ഷംന, വിഷമിക്കല്ലേ. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഉസ്താദന്മാരുടെ ക്ലാസ് അല്ലേ ഷംനയ്ക്ക് വേണ്ടത്. ഷംന ചിലപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. ഷംന വിഷമിക്കണ്ട. നമ്മൾ ഷംനയുടെ വിഷമം കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഷംനയ്ക്ക് ഏത് രൂപത്തിലുള്ള ക്ലാസ്സാണ് വേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഉള്ളത് കൊണ്ട് ഷംന ഒന്ന് തൃപ്തിപ്പെട്ടേക്കണം. മുക്കളിയും ബാത്തിലല്ല, എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കളിയുണ്ട്, അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ. അക്കളി ബാത്തിലല്ല, ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ്. ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ്? അവിടുന്ന് പറഞ്ഞില്ലേ, വമുലാഅബതുക അഹ്ലക, ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുത്ത് ബഡാ സാധനം. അപ്പോൾ ഷംനയ്ക്ക് സംതൃപ്തിയായി എന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഷംനയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം തൽക്കാലം നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഷംനയ്ക്ക് ഏതാണ്ട് ഒന്ന് തൃപ്തിയായെന്ന് തോന്നുന്നു. കാരണം ഷംന എന്തോ ഫ്രസ്ട്രേഷൻസിൽ വന്നതാ. ഷംനയ്ക്ക് ആ കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും ഒക്കെ ഒന്ന് കേൾക്കണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഷംന ഇതുപോലെ ഉസ്താദന്മാർ പച്ചയ്ക്ക് സെക്സ് പറയുന്ന ക്ലാസ്സുകൾ വേറെയുണ്ട്. ഷംന അത് പോയി കേൾക്കുക കേട്ടോ. നിന്നെ എങ്ങനെയാണ് കിടത്തേണ്ടത്, ചരിച്ച് കിടത്തണോ, മലർത്തി കിടത്തണോ, കുത്തിയിരുത്തണോ എന്നൊക്കെ ഉസ്താദ് വിശദമായി പറയുന്ന മാതൃകാ ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ട് താത്ത പോയിട്ട് ആ ക്ലാസ് കേൾക്ക്. ഈ ക്ലാസ് തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്കുള്ളതാ. അതുകൊണ്ട് ഇതിനകത്ത് താത്തായ്ക്ക് പറ്റുന്നതൊന്നുമില്ല. താത്ത ചെല്ലാം. അപ്പോ നോക്കണം, കള്ളപ്പണം വെളുപ്പിക്കൽ, മതതീവ്രവാദത്തെ എങ്ങനെയാണ് നമ്മുടെ നാട് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നതിൻ്റെ എക്സാമ്പിളാണിത്. കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ എത്രയാ? 62 കോടി. SDPIയുടെ ദേശീയ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി ഫൈസി അറസ്റ്റിലാകുന്നു നമ്മുടെ നാട്ടിൽ. തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നമ്മുടെ രാജ്യത്ത് ED പോലെ, NIA പോലെ, നരേന്ദ്രമോദി പോലെ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ
നമ്മുടെ നാടിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് എന്തായി മാറുമായിരുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരെന്നോ ഇസ്ലാം മത രാജ്യത്തിന്റെ കൊടി നാട്ടുമായിരുന്നു നമ്മുടെ നാട്ടിൽ. അവിലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ പറഞ്ഞിട്ട് 10 ദിവസത്തിനകം അവിലും മലരും കുന്തിരിക്കവും ഒക്കെ എടുത്ത് തോട്ടിലെറിയേണ്ടുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ MK ഫൈസിക്ക്. ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ചതിന് ഇപ്പോ ജയിലിൽ നിന്ന് വരുമ്പോൾ അത് ചെറുതാകുമോ വലുതാകുമോ എന്നറിയത്തില്ല. ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ NIA ഡയപ്പറിൽ നിർത്തി. അങ്ങനെ തീഹാർ ജയിലിലേക്ക് കമോൺട്ര ദിനേശ എന്നും പറഞ്ഞു കൊണ്ടുപോയി. ഈരാറ്റുപേട്ടയില് PC ജോർജിനെ ജയിലിലാക്കാൻ SDPI പ്രകടനം നടത്തി ഒരാഴ്ച പോലും ആകുന്നതിന് മുമ്പ് അതിന്റെ ചുക്കാൻ പിടിച്ച സുഡാപ്പികളുടെ ദേശീയ അധ്യക്ഷൻ തീഹാർ ജയിലിലായി. ഇതേപോലെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരരും. നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞില്ല. നിങ്ങൾ ഓടണോ വേണ്ടയോ എന്ന് ആദ്യം ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഡോവൽ കുഞ്ഞുങ്ങൾ ബംഗാളികളുടെ വേഷത്തിൽ ചിക്കൻ കടകളിലും ഇവരുടെ ക്യാമ്പുകളിലുമൊക്കെ കയറി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവർക്ക് ആ സാഹചര്യത്തിൽ ഏതാണ്ട് കാര്യങ്ങളും മനസ്സിലായി. ഇതാണ് സംഭവമല്ലേ, ശരിയെന്നാ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? കൊള്ളയടിയാകട്ടെ, പിടിച്ചുപറിയാകട്ടെ, ബലാത്കാരമാകട്ടെ, മോഷണമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, കള്ളാകട്ടെ, കഞ്ചാവാകട്ടെ, മലദ്വാർ ഗോൾഡ് ആകട്ടെ, ഉമ്മറം ഗോൾഡ് ആകട്ടെ, ഇതൊക്കെ നമുക്ക് ഹലാലാ. ഇതൊക്കെ നമുക്ക് പ്യുവർ ഹലാലാണ്, പ്യുവർ ഹലാല്. ഇപ്പൊ മുനമ്പത്തെ ഭൂമി തർക്കം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മഞ്ഞുകട്ടയുടെ മുകൾ ഭാഗം മാത്രമാണ് എന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും വഖഫ് എന്ന് പറയുന്ന ഒരു വസ്തുതയേ ഇല്ല. ഏത് ഇസ്ലാമിക രാജ്യത്താണ് വഖഫ് ഉള്ളത്? ഇതിനുള്ള ഉത്തരം അന്വേഷിക്കുമ്പോഴാണ് വഖഫ് ഇസ്ലാം മത വിശ്വാസത്തിന്റെ അത്യന്താപേക്ഷിത ഘടകമാണോ എന്ന ചോദ്യം നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് വഖഫ്? പിടിച്ചു പറയോ? കൊള്ളയടിയോ? ആരാന്റേത് അവരുടെ അനുവാദമില്ലാതെ പിടിച്ചു പറിച്ചു മതത്തിന്റെ പേരിൽ വച്ച് കിട്ടുന്നതോ? മുസ്ലിങ്ങളുടെ മതപരവും ജീവകാരുണ്യപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കു വേണ്ടി അചഞ്ചലമായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി മരണശേഷം തനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ പ്രതിഫലം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനധർമ്മത്തിന് പറയുന്ന പേരല്ലേ വഖഫ്? ഇത് ഇവര് തട്ടിപ്പറിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ടാത്ത പ്രതിഫലം അവരുടെ തലയിൽ വച്ചു കെട്ടിക്കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇത് മുസ്ലിങ്ങൾ കൊടുക്കുന്നു പടച്ചവന്റെ പേരില്. 2047 ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ കേരളത്തിലടക്കം ഭൂമി പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കൂട്ടി ലാൻഡ് ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പടച്ചോന്റെ പേരിലാണെങ്കിലും ശരി, അന്യന്റേത് അപഹരിച്ചെടുക്കുന്നത് തെമ്മാടിത്തരമാണ് എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പച്ചയ്ക്ക് പറഞ്ഞു വെക്കുന്നു. ഇത് തുറന്നു പറയുമ്പോഴാണ് ഇവർക്ക് ഈ പെരുപ്പ് വരുന്നത്.